ഒരു കാര്യം ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിലെ ആദ്യ അധ്യായത്തിലെ ചോദ്യം ഇതാണ്: ആരാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ? അവരുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ വോട്ടർമാർക്ക് നിയമപരമായി വോട്ട് രേഖപ്പെടുത്തുന്നതിന് പോളിംഗ് ബൂത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നവരാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ എന്ന വ്യാഖ്യാനത്തിൽ വരുന്നത്. ഇവരിൽ പ്രിസൈഡിംഗ് ഓഫീസറും 1, 2, 3 പോളിംഗ് ഓഫീസർമാരും ഉൾപ്പെടുന്നു. ഒന്നാം പോളിംഗ് ഓഫീസറുടെ പ്രഥമ ചുമതല വോട്ടർ പട്ടികയിലെ മാർക്ക് ചെയ്ത കോപ്പിയുടെ പരിപാലനമാണ്. കൃത്യമായി അത് പരിപാലിക്കേണ്ടത് ഒന്നാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി വോട്ടർമാരെ തിരിച്ചറിയുക എന്ന കടമ ഒന്നാം പോളിംഗ് ഓഫീസർ നിർവഹിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് നോക്കിയാണ് തിരിച്ചറിയൽ നടത്തേണ്ടത്. മൂന്നാമതായി വോട്ടർ പട്ടികയിലെ പേരും ക്രമനമ്പറും ഉച്ചത്തിൽ വായിക്കുന്നു. ഇത് തൊട്ടടുത്തിരിക്കുന്ന രണ്ടാം പോളിംഗ് ഓഫീസർക്ക് കേട്ട് 17A രജിസ്റ്റർ രേഖപ്പെടുത്തുവാനും പുറകിലിരിക്കുന്ന പോളിംഗ് ഏജന്റുമാർക്ക് അവരുടെ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തുവാനുമായി ചെയ്യുന്നതാണ്. ഒന്നാം പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വോട്ടർ പട്ടികയിൽ ചിലയിടത്ത് PB എന്നും ചിലയിടത്ത് EDC എന്ന് രേഖപ്പെടുത്തി താഴെ ഇടതുഭാഗത്തു നിന്ന് വലതുഭാഗം മുകളിലേക്ക് ഒരു വര രേഖപ്പെടുത്തിയ വോട്ടർ പട്ടികയാണ്. ഇത് PB എന്നാൽ പോസ്റ്റൽ ബാലറ്റ് എന്നും EDC എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്നുമാണ് രേഖപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ഇത് നേരത്തെ തന്നെ റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ മാർക്ക് ചെയ്യുന്നതാണ്. തുടർന്ന് നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയാൽ സാധാരണ ഒരു പുരുഷ വോട്ടർ എത്തുകയാണെങ്കിൽ ഇടതു താഴെ നിന്ന് വലത് മുകളിലേക്ക് ഒരു ഡയഗണൽ രീതിയിൽ ഒരു വര വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അത് സ്ത്രീ വോട്ടർ ആണെങ്കിൽ ക്രമ നമ്പറിന് ചുറ്റും ഒരു വട്ടം കൂടി അതിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടതുണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ. അവർ വോട്ട് ചെയ്യാൻ വന്നാൽ ഈ വരയ്ക്ക് ശേഷം ക്രമ നമ്പറിനടുത്ത് ഒരു സ്റ്റാർ എന്ന രേഖപ്പെടുത്തൽ കൂടി നടത്തണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. രണ്ടാം പോളിംഗ് ഓഫീസറുടെ പ്രഥമ ഉത്തരവാദിത്വം ഫോറം 17A വോട്ടർ രജിസ്റ്റർ പരിപാലിക്കുകയാണ്. വെട്ടും തിരുത്തുമില്ലാതെ ക്രമ നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി വോട്ടറുടെ കയ്യിൽ വോട്ടിംഗ് മഷി പതിപ്പിക്കൽ എന്ന ചുമതല രണ്ടാം പോളിംഗ് ഓഫീസർ നിർവഹിക്കണം. മൂന്നാമതായി വോട്ടർ സ്ലിപ്പുകൾ മൂന്നാം പോളിംഗ് ഓഫീസർക്ക് നൽകൽ എന്ന ചുമതല കൂടി രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങളിൽ വരുന്നു. ഇങ്ങനെയാണ് ഫോറം 17A രജിസ്റ്റർ പരിപാലിക്കേണ്ടത്. 17A രജിസ്റ്ററിന്റെ ആദ്യ പുറത്തന്നെ ചിത്രമാണ് മോണിറ്ററിൽ കാണുന്നത്. പരിപാലിക്കേണ്ട വിധം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന ഭാഗത്തായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ടോട്ടൽ വോട്ട്സ് ഇൻ കൺട്രോൾ യൂണിറ്റ് ചെക്ക് ആൻഡ് ഫൗണ്ട് ടു ബി 0 ബിഫോർ ആക്ച്വൽ പോൾ എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും അതിനു താഴെ ഒപ്പുവച്ചിരിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 25/8/2020 51/7/2020-EMS എന്ന നിർദ്ദേശപ്രകാരമാണ് ഈ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായി വരുന്നത്. സാധാരണ സന്ദർഭങ്ങളിൽ ഫോം 17A രജിസ്റ്റർ പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 17A രജിസ്റ്ററിന്റെ ഉൾപേജുകളിൽ 5 കോളങ്ങളാണുള്ളത്. ആദ്യത്തേത് ക്രമ നമ്പർ, രണ്ടാമത്തേത് വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, മൂന്നാമത്തേത് തിരിച്ചറിയൽ രേഖ സംബന്ധിച്ച വിശദാംശങ്ങൾ, നാലാമത്തേത് വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ, അഞ്ചാമത്തേത് റിമാർക്സ്.
ഫോട്ടോ ഐഡന്റിറ്റി കാർഡുമായി ഒരു വോട്ടർ വോട്ടിങ്ങിന് എത്തുകയാണെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ EP എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. എന്നാൽ മറ്റ് തിരിച്ചറിയൽ രേഖകളായ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ ഏതെങ്കിലുമൊക്കെയാണ് ഹാജരാക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ മൂന്നാം കോളത്തിൽ രേഖപ്പെടുത്തി ആ രേഖയുടെ നമ്പറിന്റെ അവസാന 4 നമ്പറുകൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 17A രജിസ്റ്റർ ഇത്തവണ ക്രമ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. അത് പോളിംഗ് ഓഫീസർ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. തിരുത്തലോ വെട്ടോ മേലെഴുത്തോ ഇല്ലാതെ തന്നെ അത് പൂരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വോട്ടറുടെ കയ്യിൽ വോട്ടിംഗ് മഷി പതിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നഖത്തിന്റെ മുകളിലെ അഗ്രത്തിൽ നിന്നും 1-ാം ജോയിന്റിലെ താഴെ വരെയാണ് മഷി സാധാരണ പതിക്കേണ്ടത്. ചിത്രം നോക്കിയാൽ കുറച്ചുകൂടി അതിൽ വ്യക്തതയുണ്ടാകും. വോട്ടറുടെ കയ്യിൽ മഷി പുരട്ടേണ്ടത് ഏതു വിരലിലാണ് എന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. സാധാരണ വോട്ടർക്ക് ഇടത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. ഇടത് ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരലിലേക്കും, നടുവിരലില്ലെങ്കിൽ മറ്റു വിരലുകളിലേക്കും മഷി പുരട്ടാവുന്നതാണ്. ഇടതു കൈയിൽ വിരലുകളില്ലെങ്കിൽ വലതു കൈയിൽ ഇത് ആവർത്തിക്കാവുന്നതാണ്. രണ്ടു കൈയിലും വിരലുകളില്ലെങ്കിൽ ഇടതുകൈയുടെ അഗ്രഭാഗത്ത് മഷി പുരട്ടണമെന്നാണ് നിർദ്ദേശം. അന്ധരോ അവശരോ ആയ വോട്ടറുടെ സഹായിയായി എത്തുന്ന ആൾക്ക് വലത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ക്ലാസിഫൈഡ് സർവീസ് വോട്ടറുടെ നിർദ്ദേശാനുസരണം എത്തുന്ന പ്രോക്സി വോട്ടർക്ക് ഇടത് നടുവിരലിലാണ് മഷി പുരട്ടി നൽകേണ്ടത്. വോട്ടർ സ്ലിപ്പുകൾ ഇത്തവണ ഒരു പുസ്തകമായാണ് നൽകുന്നത്. 1500 വോട്ടർ സ്ലിപ്പുകളുള്ള പുസ്തകമാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും നൽകുന്നത്. ഈ വോട്ടർ സ്ലിപ്പുകളുടെ മാതൃക മോണിറ്ററിൽ കാണിച്ചിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലത്തിന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും പേരും നമ്പറും, അതുപോലെ വോട്ടർ രജിസ്റ്ററിലെ ക്രമ നമ്പറും വോട്ടർ പട്ടികയിലെ ക്രമ നമ്പറും രേഖപ്പെടുത്തി പോളിംഗ് ഓഫീസർ ഒപ്പ് വെച്ച് വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കണം. ഇത് 2-ാം പോളിംഗ് ഓഫീസർ 3-ാം പോളിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ്. ഇനി 3-ാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൺട്രോൾ യൂണിറ്റിന്റെ പരിപാലനവും സൂക്ഷിപ്പുമാണ് ആദ്യ ചുമതല. 2-ാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ കയ്യിൽ മഷി രേഖപ്പെടുത്തിയിട്ടുള്ളത് മായ്ച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് 3-ാം പോളിംഗ് ഓഫീസറാണ്. 2-ാം പോളിംഗ് ഓഫീസർ നൽകുന്ന വോട്ടർ സ്ലിപ്പുകൾ വാങ്ങി ക്രമ നമ്പർ അനുസരിച്ച് സൂക്ഷിക്കേണ്ടത് 3-ാം പോളിംഗ് ഓഫീസറാണ്. വോട്ടർക്ക് വോട്ടിങ്ങിനായി ബാലറ്റ് യൂണിറ്റ് സജ്ജമാക്കുന്നതിനായി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എന്ന ചുമതല കൂടി 3-ാം പോളിംഗ് ഓഫീസർക്ക് ഉണ്ട്. പോളിംഗ് ടീമിന്റെ നായകനായ പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതലകൾ: പോളിംഗ് സ്റ്റേഷന്റെയും പരിസരത്തിന്റെയും മേൽനോട്ടം, പോളിംഗ് സ്റ്റേഷൻ നിർദ്ദേശമനുസരിച്ച് ക്രമീകരിക്കൽ, പോളിംഗ് ഏജന്റുമാർക്ക് പാസ് നൽകൽ, വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കൽ, വോക്ക് പോൾ നടത്തൽ, ആവശ്യമായ സന്ദർഭങ്ങളിൽ ഡിക്ലറേഷനുകൾ നടത്തൽ, വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ, പോളിംഗിന് ശേഷം തിരഞ്ഞെടുപ്പ് രേഖകൾ സീൽ ചെയ്യൽ, പോളിംഗിനിടയിലെ പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഹാൻഡ്ബുക്കിലെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. അവസാനമായി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രേഖകളെല്ലാം തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് തിരികെ സമർപ്പിക്കുക. ഈ 10 ചുമതലകളാണ് പോളിംഗ് ടീമിന്റെ നാഥൻ എന്ന നിലയിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിർവഹിക്കാൻ ഉള്ളത്. പോളിംഗ്
ഉദ്യോഗസ്ഥരുടെ ചുമതലകളെ സംബന്ധിച്ചുള്ള ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിനു വേണ്ടി ഈ വീഡിയോ ക്രോഡീകരിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LAKBIC പാലക്കാട്. ഏവർക്കും നന്ദി.